തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ബുദ്ധിം ദേഹി യശോ ദേഹി കവിത്വം ദേഹി ദേഹി മേ മൂഢത്വം സംഹര ദേവി ത്രാഹി മാം ശരണാഗതം. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. നമസ്കാരം, എല്ലാവർക്കും റിതം ഓഫ് ലവിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഭഗവത്ഗീതയിലെ ആദ്യത്തെ അധ്യായത്തിലെ 15-ാമത്തെ ശ്ലോകം നോക്കാം. പാഞ്ചജന്യം ഹൃഷീകേശോ ദേവദത്തം ധനഞ്ജയ പൗണ്ഡ്രം ദദ്മോ മഹാശംഖം ഭീമകർമ്മ വൃഗോദരാ. ഹൃഷീകേശഃ ഇന്ദ്രിയാധിപനായ കൃഷ്ണൻ. പാഞ്ചജന്യം കൃഷ്ണൻ്റെ ശംഖാണ് പാഞ്ചജന്യം. ദദ്മൗ വിളിച്ചു. ധനഞ്ജയ ധനത്തെ ജയിച്ചവൻ അർജുനൻ. ധനഞ്ജയൻ ആരാണ്? അർജുനനാണ്. ദേവദത്തം ദേവദത്തം എന്ന ശംഖ് അർജുനൻ്റെ ശംഖാണ് ദേവദത്തം. ഭീമകർമ്മ കഠിന പ്രവർത്തികൾ ചെയ്യാൻ കഴിയുന്നവൻ. വൃഗോദര വൃഗോദര എന്നാൽ വലിയ വയറുള്ളവൻ അല്ലെങ്കിൽ ധാരാളം ഭക്ഷണം കഴിക്കുന്നവൻ എന്നർത്ഥം. പൗണ്ഡ്രം പൗണ്ഡ്രം എന്ന മഹാശംഖ്. ദദ്മൗ ഊതി. ഭഗവാൻ കൃഷ്ണൻ പാഞ്ചജന്യമെന്ന ശംഖൂതി. അർജുനനോ ദേവദത്തവും ദുഷ്കരങ്ങളായ കർമ്മങ്ങളിൽ മുൻനിൽക്കുന്നവനും ഭോജനപ്രിയനുമായ ഭീമൻ പൗണ്ഡ്രം എന്ന ശംഖം മുഴക്കി. ഇതാണ് ഇതിൻ്റെ സാമാന്യ അർത്ഥം. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു യുദ്ധത്തിന് കാഹളം ഊതിയത് കൗരവപക്ഷത്തിൽ നിന്നും ഭീഷ്മരാണ് എന്ന്. അതിന് മറുപടിയായാണ് തങ്ങളും തയ്യാറാണ് യുദ്ധത്തിന് എന്ന് അറിയിച്ചുകൊണ്ട് പാണ്ഡവരുടെ പക്ഷത്തു നിന്നും ഭഗവാനും അർജുനനും ഭീമനുമൊക്കെ ശംഖൂതുന്നത്. ഭഗവാന്റെ ശംഖാണ് പാഞ്ചജന്യം, അർജുനൻ്റെ ശംഖ് ദേവദത്തം. ഇനി ഭീമനാണ് ഇവിടെ വൃഗോദരൻ എന്ന് അറിയപ്പെടുന്നത്. ഭീമകർമ്മ എന്ന് പറഞ്ഞാൽ കഠിന പ്രവൃത്തികൾ ചെയ്യാൻ കഴിയുന്നവൻ. അതായത് ഭീമന് അത്രത്തോളം ശക്തിയാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഭീമന് ഭീമകർമ്മ എന്ന് പറയുന്നത്. ഹൃഷീകേശൻ എന്ന് ഭഗവാനെ വിളിക്കുന്നു. എന്തുകൊണ്ടാണ് ഭഗവാനെ ഹൃഷീകേശൻ എന്ന് പറയുന്നത്? സകല ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം ഉടമയാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഹൃഷീകേശൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ ഭഗവാന്റെ ഒരു അംശമുണ്ട്. അതേപോലെ തന്നെയാണ് അവരുടെ ഇന്ദ്രിയങ്ങളും ഭഗവാന്റെ തന്നെ അംശങ്ങളാണ്. ഈ ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്നത് ഭഗവാനാണ്. ഭഗവാന് ഒരുപാട് പേരുകളുണ്ട്. മധു എന്ന രാക്ഷസനെ വധിച്ചതുകൊണ്ട് മധുസൂദനൻ എന്ന പേര് വന്നു. അതുപോലെ തന്നെ ഗോക്കൾക്കും ഇന്ദ്രിയങ്ങൾക്കൊക്കെ ആനന്ദം നൽകുന്നത് കൊണ്ട് ഗോവിന്ദൻ എന്ന് ഭഗവാന് പേരുണ്ട്. വസുദേവരുടെ പുത്രനായതുകൊണ്ട് വസുദേവനുമായി. ഇനി ദേവകിയെ അമ്മയായി സ്വീകരിച്ചതുകൊണ്ട് ദേവകി നന്ദനായി. വൃന്ദാവനത്തിൽ യശോദയെ അനുബന്ധിപ്പിച്ചതുകൊണ്ട് യശോദാനന്ദനുമായി. ഇനി സുഹൃത്തായ അർജുനൻ്റെ തേര് തെളിയിച്ചതുകൊണ്ട് ഭഗവാന് പാർത്ഥസാരഥി എന്നും പേര് വന്നു. ഭഗവാന് ഒരുപാട് പേരുകളാണ് ഉള്ളത്. അതിലെ കുറച്ചെണ്ണമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കൗരവപക്ഷത്തിൽ നിന്നും തങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷ്മർ തൻ്റെ ശംഖൂതിയപ്പോൾ ഒരു നിമിഷം പോലും പാഴാക്കാതെ തങ്ങളും അതിന് തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നറിയിച്ചുകൊണ്ട് ഭീമാർജുനന്മാരും തങ്ങളുടെ ശംഖുകൾ ഊതാൻ തുടങ്ങി. അപ്പോൾ അർജുനൻ യുദ്ധത്തിന് തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ആ യുദ്ധഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്. പിന്നെ എപ്പോഴാണ് അർജുനന് തൻ്റെ താളം തെറ്റിയത് മനസ്സിൻ്റെ? ആ കാര്യങ്ങളാണ് ഇനി വരുന്ന ശ്ലോകങ്ങളിൽ നമുക്ക് പറയാനുള്ളത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.